ഹേ ഗൈസ്, ബാംഗ്ലൂർ വന്നിട്ടുള്ള ലാസ്റ്റ് ഡേ ആണ്. അതായത് ഞങ്ങൾ തിരിച്ചു പോകുന്ന ദിവസം. അതുകൊണ്ട് ഞങ്ങൾ രാവിലെ സ്ഥലങ്ങളൊക്കെ കാണാൻ ഇറങ്ങിയപ്പോൾ തന്നെ ഞങ്ങളുടെ പെട്ടിയും കിടക്കുകയൊക്കെ എടുത്തിട്ടാണ് ഇറങ്ങിയത്. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ ഈ വല്ലപ്പോഴും ആണ്ടിലും അവണിക്കലും വന്നിട്ട് വീഡിയോ ഇട്ടിട്ട് അങ്ങ് പോവാണ്. സത്യം പറയാലോ, എനിക്ക് നല്ല മടിയാണ്. അതും പോരായിട്ട് എനിക്ക് നല്ല വർക്കുണ്ട്. അപ്പം ഞാൻ അതിനനുസരിച്ചിട്ടാണ് എൻ്റെ എഡിറ്റിംഗ് പരിപാടികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് എനിക്ക് ഇത്തിരി വർക്ക് കുറവായതുകൊണ്ട് ഞാൻ എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് കയറിയതാണ്. നല്ല ട്രാഫിക്കൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ അടുത്തുള്ളൊരു മോളുണ്ട്. മോളിൻ്റെ പേര് ആക്ച്വലി ഞാൻ മറന്നുപോയി. ഇവിടെ ഈ മോളിൻ്റെ സറൗണ്ടിങ്സിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വിജയ് മല്യയുടെ ഫ്ലാറ്റ് കാണാമായിരുന്നു. ഇതിൽ ഈ വീഡിയോയിൽ അത് എവിടെയോ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ പറഞ്ഞു വന്നത്, നല്ല ട്രാഫിക് ആയിരുന്നതുകൊണ്ട് ഞങ്ങൾ കാറ് ഈ മോളിൻ്റെ പാർക്കിങ്ങിൽ കൊണ്ടുപോയി പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഊബർ എടുത്തിട്ടാണ് പിന്നെ പോയത്. ഞങ്ങൾ നേരെ പോയത് അവിടെ ആക്ച്വലി നല്ല താലിയൊക്കെ കിട്ടുന്ന സ്ഥലമാണെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ പോയത്. നല്ല ഫുഡാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത്. കുറച്ച് നേരം വെയിറ്റ് ഒക്കെ ചെയ്യണമായിരുന്നു. അങ്ങനെ കുറേ നേരം വെയിറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾക്ക് അവസാനം സീറ്റ് കിട്ടി. ഞങ്ങളിരുന്ന് വലിയ പ്രതീക്ഷയിൽ ഞാൻ ആക്ച്വലി വെജ് താലിയാണ് ഓർഡർ ചെയ്തത്. സത്യം പറയാലോ, അതിനകത്തെ ആ പൊടിയുണ്ടല്ലോ, ആ പൊടിയും നെയ്യും ഒഴിച്ച് കഴിക്കാനുള്ള ഭാഗം മാത്രമേ എനിക്ക് കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം ആ പൊട്ടറ്റോ ഒക്കെ ഞാൻ ആക്ച്വലി കുക്ക് ചെയ്ത് പാളിപ്പോയിട്ടുള്ള പൊട്ടറ്റോ പോലെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ എന്തായാലും വാങ്ങിയല്ലേ, കഴിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ബാംഗ്ലൂർ പാലസിലേക്കാണ് പോയത്. അവിടെയും കുറച്ച് നേരം ക്യൂ ഒക്കെ നിന്ന് ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ അകത്തൊക്കെ കാണാൻ കയറി. ആക്ച്വലി നമുക്കവിടെ അകത്ത് ഫോൺ അലൗഡ് അല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഫോട്ടോസൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം അതിനകത്തായിരുന്നു. എന്നിട്ട് കുറേ നേരം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തൊക്കെ വന്ന് ആക്ച്വലി ഇതിൻ്റെ ഫ്രണ്ടിലെ ഗാർഡൻ ഏരിയ ഒന്നും ഞങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാനേ പറ്റിയില്ല. കാരണം ഞങ്ങൾക്ക് പോകേണ്ട സമയമായി വരുന്നു. പിന്നെ ട്രാഫിക്കൊക്കെ കൺസിഡർ ചെയ്ത് നമ്മൾ കൂടുതൽ ടൈമിൽ അതിലേക്ക് സ്പെൻഡ് ചെയ്തിരുന്നു. നമ്മുടെ ഈ കാറും ഇല്ലായിരുന്നു, ഊബർ എടുത്തിട്ട് വേണം പോകാൻ. അവിടുന്ന് ഞങ്ങൾ നേരെ തിരിച്ച് കാറ് പാർക്ക് ചെയ്തിട്ടുള്ള മുകളിലേക്ക് വന്നു. അവിടെ കയറി കുറച്ച് പാനിപ്പൂരിയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത്, ഇത് കണ്ടോ, ഇതാണ് വിജയ് മല്യയുടെ ഫ്ലാറ്റ് ഞാൻ പറഞ്ഞത്, വീഡിയോയിൽ കാണിക്കാമെന്ന് പറഞ്ഞത്. അവിടുന്ന് ഞങ്ങൾ നേരെ അത് കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് പോകാനുള്ള ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയി ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ച് കിടന്നുറങ്ങി. ടാറ്റാ.